രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം വ്യവസായവൽക്കരണം, കാർഷിക വികസനം, മാനവ വികസനം, സ്വാശ്രയത്വം. ഉത്തരം വ്യവസായവൽക്കരണം. പഞ്ചവത്സര പദ്ധതി ലോകത്താദ്യമായി നടപ്പിലാക്കിയത് ആര്? ജവഹർലാൽ നെഹ്റു, KN രാജ്, PC മഹലനോബിസ്, ജോസഫ് സ്റ്റാലിൻ. ഉത്തരം ജോസഫ് സ്റ്റാലിൻ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? 8-ാം പഞ്ചവത്സര പദ്ധതി, 7-ാം പഞ്ചവത്സര പദ്ധതി, 10-ാം പഞ്ചവത്സര പദ്ധതി, 4-ാം പഞ്ചവത്സര പദ്ധതി. ഉത്തരം 8-ാം പഞ്ചവത്സര പദ്ധതി. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഏത്? 8-ാം പഞ്ചവത്സര പദ്ധതി, 9-ാം പഞ്ചവത്സര പദ്ധതി, 10-ാം പഞ്ചവത്സര പദ്ധതി, 11-ാം പഞ്ചവത്സര പദ്ധതി. ഉത്തരം 9-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ 6-ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ കാലഘട്ടം ഏത്? 1974-79, 1979-84, 1980-85, 1985-90. ഉത്തരം 1980-85. അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ആര്? ജവഹർലാൽ നെഹ്റു, KN രാജ്, ഗുന്നാർ മിർഡാൽ, DP ധർ. ഉത്തരം DP ധർ. ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 3-ാം പഞ്ചവത്സര പദ്ധതി, 5-ാം പഞ്ചവത്സര പദ്ധതി, 6-ാം പഞ്ചവത്സര പദ്ധതി, 7-ാം പഞ്ചവത്സര പദ്ധതി. ഉത്തരം 5-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ പ്രഥമ ബാങ്ക് ദേശസാത്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? 11-ാം പഞ്ചവത്സര പദ്ധതി, 8-ാം പഞ്ചവത്സര പദ്ധതി, 4-ാം പഞ്ചവത്സര പദ്ധതി, 12-ാം പഞ്ചവത്സര പദ്ധതി. ഉത്തരം 4-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ 3-ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ കാലഘട്ടം ഏത്? 1960-65, 1961-66, 1966-71, 1970-75.
ഉത്തരം 1961 ടു 66. ആധാർ പദ്ധതി, ആം ആദ്മി ബീമ യോജന എന്നിവ നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? 11-ാം പഞ്ചവത്സര പദ്ധതി, 7-ാം പഞ്ചവത്സര പദ്ധതി, 8-ാം പഞ്ചവത്സര പദ്ധതി, 6-ാം പഞ്ചവത്സര പദ്ധതി. ഉത്തരം 11-ാം പഞ്ചവത്സര പദ്ധതി.